A wire 3.5 meter long is to be cut into two pieces with one piece bent into a square and other into equilateral triangle. The length of the side of both must be same. How should the wire be cut? അതായത് ഒരു വയറ് മുറിച്ചു, ഒന്നുപയോഗിച്ചിട്ട് സ്ക്വയറും മറ്റേ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിളും നിർമ്മിക്കുന്നു. രണ്ടിൻ്റെയും സൈഡിൻ്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കണം എങ്കിൽ എത്ര വെച്ചിട്ടായിരിക്കണം കട്ട് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. നോക്കൂ, ഒരു വയറെന്നാണെന്ന് വിചാരിക്കുക. അതിനെ ഒരു എക്സ് ഭാഗം ഇവിടം വരെ എക്സ് എന്ന് എടുത്തു, ബാക്കിയുള്ളത് വൈ എന്നെടുത്തു. അങ്ങനെ കട്ട് ചെയ്തു. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മ് 3.5 പറഞ്ഞാൽ ഞാനതിനെ 7/2 എന്ന് എഴുതുന്നുണ്ട്. ഇങ്ങനെയാണ് 3.5 7/2 എന്ന് എഴുതുന്നത്. അടുത്തത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7/2. എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. എന്തെങ്കിലും എക്സിൻ്റെ ഭാഗത്ത് വൈ ആക്കണം, അല്ലെങ്കിൽ വൈയുടെ ഭാഗത്ത് എക്സ് ആക്കണം. നോക്കൂ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. x/4 ഈസ് ഈക്വൽ ടു 4/3 എന്ന് പറഞ്ഞത്, അതായത് രണ്ടിൻ്റെയും സൈഡ് ഇവിടെ ഒരു ഭാഗം ഉപയോഗിച്ചിട്ട് എക്സ് എന്നുള്ള ഭാഗം ഉപയോഗിച്ചിട്ട് സ്ക്വയർ ഉണ്ടാകും. സ്ക്വയറിന് 4 സൈഡ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് ഒരു സ്ക്വയറിന് മൊത്തം ലെങ്ത് എക്സ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് x/4 ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ മൊത്തം ലെങ്ത് y ആണെങ്കിൽ ഒരു സൈഡ് y/3 എന്നാവും. നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7/2 എന്നാക്കിയിട്ടുണ്ട്. എക്സിൻ്റെ ഭാഗത്ത് y ആക്കണം, അല്ലെങ്കിൽ വൈയുടെ ഭാഗത്ത് എക്സ് ആക്കണം. അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. x/4 ഈസ് ഈക്വൽ ടു y/3. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു വൈ. എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എക്സ് അവിടെ നിലനിർത്തിയിട്ട് 4 ഇൻറ്റു വൈൻ്റെ അടിയിൽ 3 കൊണ്ടുവരിക. ഓക്കെ, അടുത്തത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7/2 എന്ന് കൊടുത്തിട്ടുണ്ട്. എക്സിൻ്റെ ഭാഗത്ത് നമുക്ക് ഓൾറെഡി സോൾവ് ചെയ്ത 4y/3 എന്ന് കൊടുക്കുക. പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7/2. അടുത്തത് ഡിനോമിനേറ്റർ സെയിം ആക്കണം. എന്ന് വെച്ചാൽ ഇവിടെ ഡിനോമിനേറ്റർ 3 ആണ്, അത് വൈയുടെ അടിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ മുകളിൽ എന്ത് ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നതിന് ശേഷം മുകളിലത്തെ മാത്രം ആഡ് ചെയ്യുക. അങ്ങനെയാണ് 7y കിട്ടുന്നത്. 7y/3. 3 ഒരു പ്രാവശ്യം എടുത്താൽ മതി. ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 7/2. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7y ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 3. 7ഉം 7ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 3 ഈസ് ഈക്വൽ ടു y ഇൻറ്റു 2. 2y ഈസ് ഈക്വൽ ടു 3y എന്ന് പറയുമ്പോൾ 3/2 എന്ന് വരും. 3/2 എന്ന് പറഞ്ഞാൽ 1.5. വൈയുടെ വാല്യൂ 1.5 അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പം രണ്ടും കൂടി ചേർന്ന് 3.5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3.5 നിന്ന് 1.5 കുറച്ച് 2 എന്ന് കിട്ടും.